ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി അബായ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കിഡ്സിൻ്റെ ആണ്, നമ്മൾ നബിദിനമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തതാണ്. എനിക്കത് നേരത്തെ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല, ടൈം കിട്ടിയില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഇവിടെ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ മുകളിൽ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് 6-7 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പം നമുക്ക് ഷോൾഡർ 6 അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോള് 6 അടയാളപ്പെടുത്തി കൊടുക്കാം. അതെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കിതാ ഇവിടെ ബ്രസ്റ്റ് അളവ് ഞാനിവിടെ 8.5 അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. തലത്തുമ്പ് സഹിതമാണ് ഞാനിവിടെ പറയുന്നത്. ഷേപ്പ് 7.5 അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. ഇതുപോലെ സാധാരണ രീതിയിൽ വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴത്തെ വിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ 30 ഫുൾ വിട്ട്, 15 പകുതിയാകുമ്പോൾ 15 ആ രീതിക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അത് ബാക്ക് പാർട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്നിട്ട് ഇതുപോലെ മെറ്റീരിയൽ 4 മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്കിവിടെ 15 വേണ്ടത്. 15ൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 17 നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ താഴെ നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് കൊടുക്കുമ്പോൾ കുറച്ച് കൂട്ടിയിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ കൈക്കുഴി ഒന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴത്തെ ഭാഗം നമ്മൾ ലൂസിൽ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് വയ്ക്കുന്നതുകൊണ്ട് താഴ്ഭാഗം നമ്മൾ നല്ല ലൂസിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു ചെറിയ ഫ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള മെറ്റീരിയൽസ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഒരു 2 ഇഞ്ച് വീതിക്കാണ് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത്. നീളം നമുക്ക് എത്രയോ വേണം അതനുസരിച്ച് എടുക്കാം. നമുക്ക് ഫ്രില്ലിനനുസരിച്ച് നമുക്ക് നീളം എടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ബാലൻസ് മെറ്റീരിയലിൽ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസിൽ നിന്ന് അത് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത്, സ്ലീവ് കട്ട് ചെയ്ത്, ഫ്രില്ലിനുള്ളത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ 2 മടക്കിയിടുക. 2 മടക്കിയിട്ടിട്ട് നമുക്ക് ഇത് 2 മടക്കുക. എന്നിട്ട് ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കണം. അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു 5 ഇഞ്ച്, ഇവിടെ ഒരു 5-6 ഇഞ്ച് നമുക്ക് എടുക്കാം. അത് ഫ്രില്ലിനുള്ളതാണ്. ഫ്രണ്ടിൽ നമുക്ക് ഫ്രില്ലുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളത് നമുക്കിവിടെ ഒന്ന് നോക്കാം. അതൊന്ന് കറക്റ്റായിട്ട് താഴെയും മുകളിലും വെച്ച് കൊടുക്കാം. ഇതുപോലെ താഴെയും മുകളിലും കറക്റ്റാണെന്ന് നോക്കാം. കറക്റ്റാണോ എന്ന് നോക്കി ഇതുപോലെ ബാക്ക് മെറ്റീരിയൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യണം. മുകൾ ഭാഗത്തും ഞാൻ ലെവൽ ചെയ്യുകയാണ്. ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് താഴെ മുകളിൽ നമുക്കെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരു 10 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഇതല്ല, ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക് പീസ് മാറ്റാതെ ഞാനിത് ഇങ്ങനൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ, നമുക്ക് നെക്കിൻ്റെ അവിടെ കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ ഒരു പകുതി വരെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ഫുൾ ഷോൾഡർ 6 അതിൽ നിന്നും നെക്ക് നമുക്കൊരു 1.25 പോകണം. അതിൻ്റെ ബാലൻസ് വരുന്നതിൻ്റെ പകുതി എടുക്കണം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റായിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക. ഈ 10 വരെ. എന്നിട്ട് ഇതിവിടം വരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് ഫുള്ളായിട്ട് യോക്ക് പാർട്ടായിട്ട് എടുക്കാനാണ്. ഇങ്ങനെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്കിതിൽ നിന്ന് തന്നെ ഈ മുകളിലത്തെ യോക്ക് പാർട്ട് നമുക്ക് എടുക്കാം. അത് ഇതുപോലെ മെറ്റീരിയൽ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട്
നമുക്ക് ഇതിൻ്റെ ലെങ്ത് നമുക്ക് വേണം. ലെങ്ത് നമ്മൾ 10 ഇഞ്ച് ഇവിടെ എടുക്കുക. ലെങ്ത് 10 ഇഞ്ചും നമുക്ക് വിട്ട് വരുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ 5 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് തള്ളിയാണല്ലോ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തേക്കുന്നത്. അത് കുറച്ചിട്ടുള്ളത് വേണം നമുക്ക് ഈ യോക്ക് പാർട്ടിൽ എടുക്കാനായിട്ട്. അത് ഇതാ നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അതും കട്ട് ചെയ്തു നമുക്കിത് ഇവിടെ എടുക്കാം. തയ്യൽ തുമ്പൊക്കെ ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് വേണം അത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് അതേപോലത്തെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. നമുക്കെന്താ വെച്ചാൽ അടിച്ചു മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ നമുക്കിനി വേണ്ടത് ഫ്രണ്ടിൽ നമുക്കൊരു പടി പോലെ വേണം വീതിക്ക്. അതിനുള്ള മെറ്റീരിയൽ ഇതാ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നു, യോക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്കൊന്ന് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1.25 നമുക്കിവിടെ നിന്ന് ലെങ്ത് ഞാനിവിടെ 4 എടുത്തിരിക്കുന്നത്. വിട്ട് ഞാനിവിടെ 1.25 അതൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വരച്ച് കൊടുത്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ട്. ഇത് ഫ്രണ്ട് പാർട്ടിൽ യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതുപോലെ നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നോർമൽ രീതിയിലാണ് ബാക്ക് പാർട്ട് കൊടുക്കുന്നത്. അബായയുടെ പിന്നെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല, ഇത് നമ്മൾ നോർമൽ രീതിയിൽ. എന്നിട്ട് നമുക്കിതുപോലെ ബാക്ക് പാർട്ട് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ സ്ലീവിൽ നമ്മൾ മുകളിൽ നമ്മളൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അതിനുള്ള മെറ്റീരിയൽ നമുക്കിതുപോലെ ഒരു സൈഡ് ലോക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതുപോലെ 6 ആക്ക് സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കണം. എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗവും ഇതുപോലെ തന്നെ 6 ആക്ക് സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതുപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗവും അത് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കത് രണ്ടും ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇത് ഫ്രണ്ട് പാർട്ടിലെ യോക്ക് പാർട്ട് 2 പീസായിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്തിരിക്കുന്നത് അടിച്ചു മറിക്കാൻ പാകത്തിന്. അപ്പോൾ അത് നമുക്കൊന്ന് നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ച് മറിച്ചെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നെക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കാം. ഇതുപോലെ അടിച്ച് മറിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ അടിച്ച് മറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ട് കൊടുത്തിട്ട് അത് മറിച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ടത് മറിച്ചെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ദഫിൻ്റെ സൗണ്ടും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അത് ഡിസ്റ്റർബൻസായി തോന്നുന്നുണ്ടോ? അത് നമ്മുടെ മദർസയാണ് അടുത്ത്, അതാണ് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമും മദർസയും അടുത്തടുത്താണ്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് നെക്ക് അടിച്ച് മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിലും നമ്മൾ ഇതുപോലെ ചെറിയ പൈപ്പിങ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡിലും ഒരു ഗോൾഡൻ പൈപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ പൈപ്പിങ്ങിനുള്ള മെറ്റീരിയൽ 2ആയിട്ട് മടക്കുക. 2ആയിട്ട് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. കുറച്ച് പുറത്തേക്ക് കാണാൻ പാകത്തിന് നമ്മളത് മടക്കി കൊടുത്തിട്ട് പിന്നെ ഗോൾഡൻ മെറ്റീരിയലിലേക്ക് സ്റ്റിച്ചിങ് വീഴാത്ത രീതിയിൽ ചേർത്ത് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 സൈഡും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഒരു സൈഡ് ഇവിടെ ചെയ്യുന്നുണ്ട്. കണ്ട ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ പീസിലേക്ക് ഈ ചെറിയ യോക്ക് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ കൊണ്ടുവരിക. ഇതുപോലെ കൊണ്ടുവന്ന് നമുക്ക് താഴെ എത്തുമ്പോൾ അവിടെ വലിയ വീതിക്കുള്ള ഞൊറിച്ചിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ കൊണ്ടുവന്നിട്ട് സൂചി അവിടെ നിർത്തി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് അവിടെ ഇതുപോലെ
വലിയ വലിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ട് അത് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കൊത്തിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തിയിട്ട് അടുത്ത മുകളിലേക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് നമ്മളിവിടെ അളവ് നോക്കുമ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനെക്കാട്ടിയും ഒരു 8 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനേക്കാളും ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കിവിടെ ഒരു പടി എടുക്കണം. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു മെറ്റീരിയൽ, അതിൻ്റെ പകുതി മതി. അത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതൊന്ന് മറിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് 2 സ്റ്റിച്ചിങ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് താഴ്ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. മെറ്റീരിയൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ആ യോക്ക് പാർട്ടിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നൂല് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് അതൊന്ന് മടക്കി കൊടുത്തിട്ട് താഴെ നിന്നും മുകളിലേക്ക് അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ മുകളിൽ നിന്ന് സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് താഴെ നിന്നും മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് സൂചി അവിടെ കൊണ്ടുവന്ന് നിർത്തുക. വീണ്ടും സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും സൂചി കൊണ്ടുവന്ന് അവിടെ നിർത്തി വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ഗോൾഡൻ മെറ്റീരിയൽ വെച്ച് തന്നെ ഒരു ബട്ടർഫ്ലൈ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് സൂചി നൂലും വെച്ച് കൈ കൊണ്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യണം. ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പാർട്ട് അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച മെറ്റീരിയൽ വെച്ചിട്ട് ആ ഉള്ളിലേക്ക് അത് അടിച്ചു മറിച്ച് കൊടുക്കാം. എനിക്ക് വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കിട്ടിയില്ല, കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ എന്നിട്ട് ഷോൾഡറും കൂട്ടി യോജിപ്പിക്കും, ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബാക്ക് പീസിൽ പിന്നെ നെക്ക് അടിച്ച് മറിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് കൊടുത്തിട്ട്
അതും നമുക്ക് അടിച്ച് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കാം, ബാക്ക് പീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫ്രില്ല് അതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്തി അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാദ്യം നമുക്കിതുപോലെ കൈക്കുഴിയിലേക്ക് ഇതുപോലെ ഫ്രില്ല് ചെറിയ ചെറിയ ഫ്രിൽസ് നമ്മൾ സിക്സ് ആക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു സൈഡ് ചെയ്ത് വെച്ചിരുന്നല്ല ആ മെറ്റീരിയൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ് കൈക്കുഴിയിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഫുള്ളായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്ലീവ് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് താഴേക്ക് കൈക്കുഴിയുടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീവിൻ്റെ താഴ്ഭാഗത്ത്. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ 3 ലെയറായിട്ടാണ് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോയി നിങ്ങൾ കാണുക. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് 2 സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് 2 സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് സ്ലീവ് എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ 3 ലെയറായിട്ടാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ ഇതുപോലെ. എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ എൻഡ് വരുന്ന ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ താഴെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ സിക്സ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ ഇതിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ട് ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അബായ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.